ഹലോ. നവംബർ 14 മോൻ്റെ സ്കൂളിൽ കമ്മ്യൂണിറ്റി ലഞ്ച് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പാരൻസ് വീട്ടിൽ നിന്ന് ഒരു കുട്ടി 5 പേർക്ക് കഴിക്കാവുന്ന തരത്തിൽ എന്തെങ്കിലും അവർ കുറച്ച് മെനു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്തിട്ട് സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അതിനായിട്ട് വേറെ ഒന്നുമില്ല, രസ്മലായിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പാൽപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ടീച്ചർ ക്യാരറ്റ് ഹൽവ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വെറൈറ്റി സ്വീറ്റ്സ് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു രസ്മലായി ഉണ്ടാക്കട്ടെ എന്ന്. അപ്പോൾ ടീച്ചർ ഓക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് പോലെയൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് പാൽപ്പൊടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും കുങ്കുമപ്പൂവും കാര്യങ്ങളൊക്കെ വേണ്ടേ ഒരു കളർ കിട്ടാനായിട്ട്. പക്ഷെ അതൊന്നുമില്ലാതെ എളുപ്പത്തിന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്യുക, അതിലേക്കൊരു 1/2 ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മുട്ട നന്നായി ടീസ്പൂൺ വെച്ചൊന്ന് പതപ്പിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പതപ്പിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. മിക്സാക്കിയിട്ട് അത് കുറച്ച് ശീലം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കളറൊക്കെ കിട്ടാനായിട്ട് ഞാൻ കളറ് ചേർക്കുന്നില്ല, അപ്പോൾ കുങ്കുമപ്പൂ ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അതിനൊരു സ്പെഷ്യൽ ട്രിക്ക് ഉണ്ട്, അത് വീഡിയോൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും റെസിപ്പി എങ്ങനെയുണ്ടെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് എന്താ പറയുക, ഒരു അധികം കട്ടിയല്ല അധികം ലൂസല്ലാത്തൊരു പരുവത്തിന് നമ്മളിതിനെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മുട്ടയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി പൊടിയിട്ട് നമുക്ക് മാവ് ഈ ഒരു പരുവത്തിനാക്കി എടുക്കണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടി 5 കുട്ടിക്ക് കഴിക്കാൻ പാകത്തിലാണ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ സ്വീറ്റ്സ് ആകുമ്പോൾ എല്ലാ പിള്ളേർക്കും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ അവൻ്റെ ക്ലാസ്സിൽ ആകെ 42 കുട്ടികളാണ് ഉള്ളത്. അവർക്ക് മൊത്തത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ഇത് അത്ര വലിയ പാടുള്ള പണിയൊന്നുമല്ല, എളുപ്പത്തിൽ കഴിയും. അത് കാരണം എല്ലാവർക്കും നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നവംബർ 14 ശിശുദിനം ഉണ്ടായിരുന്നില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. കുറച്ച് ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ 1 ലിറ്റർ നല്ല ഫാക്റ്റുള്ള മിൽക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം അതിനൊരു തുണ്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ പാല് മാറ്റി വെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കപ്പൊടി ഇപ്പോൾ എല്ലാവരും കുറേ അധികം ഏലക്കപ്പൊടി ഒന്നും പൊടിച്ച് വെക്കില്ലല്ലോ. അപ്പോൾ ഞാനത് അങ്ങനെ പൊടിച്ച് വെക്കാറില്ല. അപ്പോൾ ഒരു ട്രിക്ക് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാരയും അതേപോലെ ഏലക്കയും കൂടി ഇട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി അതാണ് നല്ലൊരു സ്മെല്ലിന് വേണ്ടി ഏലക്കപ്പൊടി എന്തായാലും ചേർത്തിരിക്കണം കേട്ടോ. ഇപ്പോൾ പഞ്ചസാര വെച്ചിട്ട് പൊടിക്കുമ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതേ കുറച്ച് നട്ട്സ്, നമ്മുടെ കയ്യിൽ എന്ത് നട്ട്സാണ്, കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ബദാമും അണ്ടിപ്പരിപ്പും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു തരം നട്ട്സ് ഉള്ളൂന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കളറിന് വേണ്ടി സാഫ്രോണൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത കാരണം എന്താ, എളുപ്പത്തിനൊരു വിദ്യയാണ്. ഇപ്പം നട്ട്സ് ഇല്ലെങ്കിലും പേടിക്കണ്ട, ഇതിൽ എണ്ണ ഉണ്ടാവും നട്ട്സ്. ഇത് ആച്ചിയുടെ ബദാം ഡ്രിങ്കിൻ്റെ മിക്സാണ് കേട്ടോ. നമ്മൾ ബദാം മിൽക്കൊക്കെ കഴിക്കില്ലേ, നല്ല കുൾഫിയുടെ ഫ്ലേവറാണ്, നല്ലൊരു സ്മെല്ലും ടേസ്റ്റും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് പാലിൽ മിക്സാക്കി തണുപ്പിച്ച് കഴിക്കാനായിട്ട് 10 രൂപയുള്ളൂ കേട്ടോ ഇത്. ഈ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ രസ്മലായി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാവും നട്ട്സും കാര്യങ്ങളും ഫ്ലേവറും മധുരം തന്നെ ഇതിലുണ്ട്. അപ്പോൾ അതേ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല മഞ്ഞ കളറിലാണ് അതിനുള്ള പൊടി ഇരിക്കുന്നത്. ഇതിൽ തന്നെ ഉണ്ട് നട്ട്സുകളും കാര്യങ്ങളും. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സാഫ്രോണൊക്കെ നല്ല വിലയല്ലേ, എല്ലാവർക്കും ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഇതാകുമ്പോൾ സിമ്പിളല്ലേ, 10 രൂപയുടെ 2 പാക്കറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാലും മതി. അപ്പോൾ അതേ ഞാൻ നമ്മുടെ പാല് തിളച്ച് വരാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു പാക്കറ്റ് ചേർത്ത് കൊടുത്തപ്പോൾ അധികം കളറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മൾ രണ്ടാമത്തെ പാക്കറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ലൈറ്റൊരു യെല്ലോ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ സാഫ്രോണൊന്നും ഇല്ലാത്ത കാരണം എങ്ങനെ കളർ കിട്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളിലേക്കൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കളറൊക്കെ ചേർത്ത് കൊടുത്താൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഐഡിയ തോന്നിയത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങളിത് അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതേ 3 പാക്കറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറായി ഉണ്ട്. അപ്പോൾ ശരിക്കും വീഡിയോയിൽ എത്രമാത്രം കളർ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതാ നമ്മുടെ പാൽപ്പൊടി കുഴച്ച് വെച്ചാൽ മാവില്ലേ, അതിന് നമുക്ക് ചെറിയ ബോൾസ് അല്ല, ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ചെറുതാക്കി പരത്തുന്നത് വെച്ചാൽ നമ്മൾ അതിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത കാരണം ഇത് പാലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് വീർത്ത് വരും കേട്ടോ. കുറച്ചും കൂടി ഈ നമ്മൾ പരത്തിയതിനേക്കാളും വലിയ സൈസായിട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് ചെറുതായിട്ട് നമ്മളാക്കി കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ 42 പേർക്കൊന്നും തികയൊന്നുമില്ല. ഞാനൊരു കറക്റ്റ് 42 എണ്ണമല്ല, ടീച്ചേഴ്സും കൂടി എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 50 എണ്ണത്തിന് മേലെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ടല്ലോ, അത് കൂടി കഴിച്ച് നോക്കണമെന്ന് ഉള്ള കാരണം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ കുഴച്ച പൊടി പോരാണ്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും ഒരു ഗ്ലാസ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 2.5 ഗ്ലാസ്, 2.5 വേണ്ട, അതിൽ താഴേക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒരു 50 എണ്ണമൊക്കെ നമുക്ക് ചെറിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ദാ കയ്യിൽ നെയ്യ് തടവിയിട്ടാണ് ഇതേപോലെ ആക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി വരുന്നുണ്ട്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കുഴയ്ക്കുന്ന സമയത്ത് നെയ്യിൻ്റെ അളവ് കുറച്ചും കൂടി ഞാൻ ഒഴിച്ചതിനേക്കാളും കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പാല് അധികം കുറുകാൻ പാടില്ല. ഞാൻ ഇവിടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവരും ഇടയിൽ വന്ന് ഓരോന്ന് ചെയ്യാനും ചോദിക്കുമ്പോഴൊക്കെ പോയ കാരണം നമ്മുടെ പാല് കുറച്ച് തിക്കായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തത്തിൽ എല്ലാവരും ഈ ഒരു ഷേപ്പിലാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പതിയെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നൊരു കാര്യം, നമ്മൾ മധുരം ചേർത്തുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ മിൽക്ക് മെയ്ഡോ കണ്ടൻസ്ഡ് മിൽക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആവശ്യത്തിന് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ പാക്കറ്റ് പൗഡറിൽ തന്നെ അത്യാവശ്യത്തിന് മധുരം ഉണ്ട്. പിന്നെ നമ്മൾ ഏലക്ക പൊടിച്ചപ്പോഴും പഞ്ചസാര ചേർത്ത് പൊടിച്ച് കാരണം ആ കുറച്ച് മധുരമുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഓവർ മധുരം ആയി കഴിഞ്ഞാൽ അത്രയ്ക്കും തലയ്ക്കടിക്കുന്ന പോലെ തോന്നും കേട്ടോ മധുരം. അപ്പോൾ അധികം മധുരം, ഒരു ലൈറ്റ് മധുരത്തിൽ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ മധുരമൊക്കെ ഇപ്പോൾ ചിലർക്ക് മധുരം കൂടുതലായിരിക്കും ഇഷ്ടം, ചിലർക്ക് മീഡിയം, ചിലർക്ക് അധികം ഇങ്ങനെ കൂടുതലല്ല കുറവല്ലാത്ത ഒരു പാകത്തിൽ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതേ ഞാൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മിൽക്ക് മെയ്ഡും കണ്ടൻസ്ഡ് മിൽക്കൊന്നും ഇല്ല വെച്ചാലും കളറൊക്കെ വന്നത് കണ്ടില്ലേ. അപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഐഡിയ കൊണ്ടുണ്ട്, പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി വെച്ച് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളറ് കിട്ടും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊന്തി വന്നത് കണ്ടില്ലേ. എല്ലാവരും മൊത്തത്തിൽ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്ത് വരുന്നത് കണ്ടില്ലേ, അതേപോലെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇട്ട് കൊടുത്ത വശം തന്നെ ഇളക്കി കൊടുക്കരുത്, അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ തീ കൂട്ടി വെച്ച് കൊടുക്കാൻ പോവാണേ. ഇതിനി നാളത്തേക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായി ഇത് വീർത്ത്, അതേപോലെ ആ ഷുഗർ സിറപ്പല്ല, മിൽക്കിൻ്റെ ഈ മിക്സില്ലേ അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഗുലാബ് ജാമൊക്കെ പോലെയായിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പവും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ആരും ഇതുവരെ കാണിച്ചെന്നുണ്ടായിരിക്കില്ല. എല്ലാവരും കുങ്കുമപ്പൂവോ അല്ലെങ്കിൽ കളറൊക്കെ ചേർത്തിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇതതിനേക്കാളും സിമ്പിളായിട്ടുള്ള മെത്തേഡല്ല, അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ. കണ്ട നമ്മുടെ പാൽപ്പൊടീൻ്റെ ഉരുളാക്കിയിട്ട മിക്സ് കണ്ട വലുതായി വരുന്നത്. നമ്മൾ ഇത്ര ചെറിയ ബോൾസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതെന്ന് കണ്ടിരുന്നില്ലേ. ഇതിപ്പോൾ അത്യാവശ്യം വലുതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കാരണം കേട്ടോ. അത് ചേർക്കാൻ എന്തായാലും മറക്കരുത്, എന്നാലാണ് ഇത് ശരിക്കും വീർത്തും നല്ല സോഫ്റ്റായിട്ടും വരുള്ളൂ കേട്ടോ.
പിന്നെ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കാലത്താണ് കൊടുത്ത് വിടുന്നത്. ചൂടാറുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇത് തണുപ്പിച്ച് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ. കണ്ടാ വലുതായൊക്കെ വന്ന് നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. പിറ്റേ ദിവസത്തേക്ക് വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് വരാം. ആ മിൽക്കിൻ്റെ മിക്സൊക്കെ അതിലേക്ക് പാലിൻ്റെ ഇതിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ? അപ്പം ഇത് ഞാൻ കൊടുത്ത് വിട്ടിട്ട് സുഡുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മയൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വീട്ടിൽ മോള് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അതുപോലെ മോൻ പറഞ്ഞു ഒട്ടും തന്നെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നില്ല അമ്മ, ബാക്കി വന്നപ്പോൾ ടീച്ചർ അപ്പുറത്തെ ക്ലാസ്സിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇത് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷൻ വരുമ്പോൾ ഈ ഒരു സ്വീറ്റ്സ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേ ഒരെണ്ണം ഞാനെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്. കണ്ട നമ്മുടെ പാലിൻ്റെ മിക്സ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കണ്ട തൊടുമ്പേക്ക് ഇത് പൊടിഞ്ഞ് പോന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കണ്ടില്ലേ? ആ നട്ട്സൊക്കെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. നട്ട്സും കൂടി ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോണ്ടല്ലോ അടിപൊളിയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ, സീ യു.